ഈ വാർത്താ ദിനത്തിലെ 10 പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മതിയായ ചികിത്സ ലഭിക്കാതെ മരിച്ച കൊല്ലം പന്മന സ്വദേശി വേണുവിന്റെ കൂടുതൽ ശബ്ദ സന്ദേശം 24-ന്. ആൻജിയോഗ്രാം ചെയ്യുന്ന ലിസ്റ്റിൽ തന്നെ അവസാനം ഒഴിവാക്കിയെന്ന് ബന്ധുവിനയച്ച സന്ദേശത്തിൽ വേണു തനിക്ക് എന്ത് സംഭവിച്ചാലും പൂർണ്ണ ഉത്തരവാദി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗത്തിലെ ഡോക്ടേഴ്സും മറ്റു ജീവനക്കാരുമാണ്. ഒരാളെയും വെറുതെ വിടരുതെന്നും കോടതിക്ക് മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷ നൽകണമെന്നും വേണുവിന്റെ ശബ്ദ സന്ദേശം. കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ പോവുകയും അവിടുന്ന് ബ്ലഡ് പരിശോധിച്ചതിൻ്റെ ഫലമായിട്ട് അറ്റാക്കാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തതിനെ തുടർന്ന് 10 മിനിറ്റ് പോലും പാഴാക്കാനില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് എന്നെ ഇവിടുന്ന് പ്രൈവറ്റ് ആംബുലൻസ് വിളിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എന്നെ എത്തിച്ചത്. വേണു മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ബന്ധുവിനയച്ച ശബ്ദ സന്ദേശമാണിത്. എല്ലാ പരിശോധനയും പൂർത്തിയാക്കിയിട്ടും തന്നെ ആൻജിയോഗ്രാം ചെയ്യുന്നവരുടെ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയെന്ന് വേണു ദയനീയാവസ്ഥയിൽ പറയുന്നു. ആൻജിയോഗ്രാം ചെയ്യുന്നവരുടെ ലിസ്റ്റ് ഹാളിൽ വന്ന് അറിയിച്ചപ്പോഴും എൻ്റെ പേര് മാത്രം അതിനകത്തില്ല. ഇതിനകത്ത് എന്ത് സംഭവിച്ചാണെന്ന് എനിക്കറിയത്തില്ല. ഒടുവിൽ പൊതുജനങ്ങളോട് വേണുവിന്റെ വാക്കുകൾ ഇങ്ങനെ: ഈ സമയം മുതൽ എനിക്ക് എന്ത് ശാരീരികാവസ്ഥയും എനിക്കെന്ത് ജീവനപാതയും സംഭവിച്ചാൽ പോലും ഇതിൻ്റെ എല്ലാം പൂർണ്ണ ഉത്തരവാദി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗത്തിൽപ്പെട്ട ഡോക്ടേഴ്സും ആ ഡോക്ടേഴ്സിനെ അസിസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഈ ഹോസ്പിറ്റലിലെ മറ്റ് ജോലിക്കാരും കൂടെ ഞാൻ ഇതിലൂടെ ഉറപ്പു നൽകുകയാണ്. ലിസ്റ്റിൽ പേര് കിട്ടിയാലേ ആൻജിയോഗ്രാമിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയാൻ കഴിയുമെന്ന് ആശുപത്രി ജീവനക്കാരി ബന്ധുവിനോട് പറയുന്ന ശബ്ദ സന്ദേശവും 24 പുറത്തുവിട്ടു. സാർ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ സിസ്റ്റർ ജി പറയുന്നത് വെച്ചാൽ ഇതൊരിക്കലും ലിസ്റ്റ് കിട്ടിയിട്ടില്ല. ലിസ്റ്റ് കിട്ടിയാലേ പേരുണ്ടോ ഇല്ലേന്ന് അറിയാൻ പറ്റത്തുള്ളൂ. പിന്നെ ആണെങ്കിൽ ഡോക്ടേഴ്സിൽ ഇപ്പൊ വേറെ പ്രൊസീജിയേഴ്സിലാണ്. അപ്പൊ ഇനി 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടേ ലിസ്റ്റ് കിട്ടത്തുള്ളൂ. എന്നാലേ ബാക്കി ഇനി അതിന്റെ കാരണം അറിയാൻ പറ്റത്തുള്ളൂ എന്നാ പറഞ്ഞത്. അതേസമയം വേണുവിന്റെ മരണത്തിൽ വീഴ്ചയുണ്ടായിട്ടില്ലെന്ന ന്യായീകരണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. സംഭവത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തി. അരുൺ രാജ്, 24 കൊല്ലം. ആരോഗ്യവകുപ്പിനും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനുമെതിരെ ആഞ്ഞടിച്ച് ഡോക്ടർ ഹാരിസ് ചിറക്കൽ. കൊല്ലം പന്മന സ്വദേശി വേണു ചികിത്സ ലഭിക്കാതെ മരിച്ച സംഭവത്തിലാണ് കടുത്ത വിമർശനം. വേണുവിനെ തറയിൽ കിടത്തിയത് പ്രാകൃതമായ നിലവാരമെന്നും നാടാകെ മെഡിക്കൽ കോളേജ് തുടങ്ങിയിട്ട് കാര്യമില്ലെന്നും ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞു. 1986 മെഡിക്കൽ കോളേജിൽ പോകുമ്പോൾ ഉള്ള പോലെ തന്നെ ഇപ്പോഴും രോഗികൾ തറയിൽ കിടക്കുക എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ളൊരു, നമ്മുടെ സാംസ്കാരിക കേരളത്തിന് തന്നെ അത് വളരെ വിഷമുണ്ടാക്കുന്നൊരു കാര്യമാണ്. അത് ശരിയല്ല. അതിന് അടിയന്തരമായിട്ട് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവേണ്ടതാണ്. കൊല്ലം പന്മന സ്വദേശി വേണുവിന്റെ മരണത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെതിരെ വലിയ വിമർശനം ഉയരുന്നതിനിടെയാണ് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ പ്രതികരണം. നാടാകെ മെഡിക്കൽ കോളേജ് തുടങ്ങിയിട്ട് കാര്യമില്ലെന്നും സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളുള്ള ആശുപത്രികൾ വേണമെന്നും ഹാരിസ് ഹസൻ. ഈ സംവിധാനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. കൂടുതൽ മെഡിക്കൽ കോളേജ് തുടങ്ങുന്നതിനോടൊപ്പം തന്നെ നിലവിലുള്ള മെഡിക്കൽ കോളേജുകളുടെ സൗകര്യങ്ങൾ അടിയന്തരമായിട്ട് വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. വേണുവിന്റെ മരണത്തിൽ ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ ടി.കെ. പ്രേമലതയുടെ നേതൃത്വത്തിലുള്ള സമിതി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സിന്റെ മൊഴിയെടുത്തു. തിങ്കളാഴ്ച സമിതി അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് വിവരം. വേണുവിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും 10 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകുമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രഖ്യാപിച്ചു. 24 തിരുവനന്തപുരം. പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവിനെ തുടർന്ന് കൈ മുറിച്ചു മാറ്റേണ്ടി വന്ന 9 വയസ്സുകാരിയുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ച സർക്കാർ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുമാണ് തുക അനുവദിച്ചത്. ചികിത്സയ്ക്കുള്ള പണം പോലും കണ്ടെത്താനാകാത്ത കുടുംബത്തിന്റെ ദുരവസ്ഥ 24 പുറത്തുവിട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് സർക്കാർ ഇടപെടൽ. പല്ലശ്ശന സ്വദേശിയായ 9 വയസ്സുകാരി വിനോദിനിയുടെ കൈ മുറിച്ചു മാറ്റി 2 മാസം പിന്നിട്ടിട്ടും സർക്കാർ തങ്ങളെ പരിഗണിക്കുന്നില്ല എന്നായിരുന്നു അമ്മ പ്രസീതയുടെ പരാതി. കുടുംബത്തിന്റെ അവസ്ഥ പരിതാപകരമാണെന്നും സഹായിക്കണമെന്നും അമ്മ പറഞ്ഞത് 24-ലൂടെ. കൈ നമ്മൾ പൊക്കാനൊക്കെ പറയണ്ടല്ലോ. അപ്പൊ അത് പൊക്കാൻ പറയുമ്പോൾ ഇവിടെ വേദനിക്കുന്നുണ്ട്. 2 കൈ ഡോക്ടർമാര് പറഞ്ഞു നമുക്കിപ്പോ കൈ പൊക്കാനൊക്കെ പറയാനാണ് പറയണത്. അപ്പോഴാണ് നമുക്ക് കൈ വെക്കാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ അല്ലെങ്കിൽ ഇവിടെ ഇതാവും, ബ്ലഡ് ഇതാവും എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് കൈ പൊക്കി എക്സസൈസൊക്കെ ചെയ്യാനാണ് പറയുന്നത്. പക്ഷെ അവൾ എക്സസൈസ് ചെയ്യുമ്പോൾ അവൾക്ക് കൈ പൊക്കുമ്പോൾ വേദനിക്കണമെന്നാണ് പറഞ്ഞത് അവള്. പിന്നാലെ സർക്കാർ ഇടപെടൽ.
മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപയാണ് കുടുംബത്തിന് നൽകുക. സർക്കാരിന്റെ സഹായത്തിൽ ആശ്വാസമായില്ലെന്ന് അമ്മ പ്രസീത 24നോട്. നമ്മൾ 2 ലക്ഷം രൂപയിൽ ഒതുക്കണമെന്നാണ് പറയുന്നത്. കാരണം ഇതൊന്നും കിട്ടിയിട്ട് നമുക്ക് ഒന്നിനും തികയില്ല. കൈ വെക്കാനും വലിയ തുകയാവില്ല. അതൊക്കെ പറയുന്നത് നല്ല കൈ വെക്കുകയാണെങ്കിൽ 25 ലക്ഷം രൂപയെങ്കിലും ആവുമെന്നാ പറഞ്ഞത്. എൻ്റെ മോളുടെ കൈ പോയത് തന്നെയാണ്. ഇനി തിരിച്ച് കിട്ടാൻ പോണില്ല. അപ്പൊ നമുക്ക് അത് വേണം എന്തായാലും. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന വിനോദിനി ഉടൻ ആശുപത്രി വിടും. വിദ്യാഭ്യാസമടക്കം സർക്കാർ ഏറ്റെടുക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. പാലക്കാട് നിന്നും ഐഷത്തുൽ ഷംനയ്ക്കൊപ്പം കോഴിക്കോട് നിന്നും YS അഭിനന്ദ് 24. പാലക്കാട് അട്ടപ്പാടിയിൽ പണി പൂർത്തിയാകാത്ത വീടിന്റെ സൺഷെയ്ഡ് ഇടിഞ്ഞു വീണ സഹോദരങ്ങളായ 2 കുട്ടികൾക്ക് ദാരുണാന്ത്യം. കൂടെയുണ്ടായിരുന്ന മറ്റൊരു കുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റു. അട്ടപ്പാടി കരുവാര ഊരിലാണ് സംഭവം. സഹോദരങ്ങളായ 4ഉം 7ഉം വയസ്സുള്ള കുട്ടികളാണ് മരിച്ചത്. ഇന്ന് വൈകിട്ടാണ് അട്ടപ്പാടിയെ നടുക്കിയ അപകടമുണ്ടായത്. അട്ടപ്പാടി കരുവാര ഊര് നിവാസികളായ അജയ് ദേവി ദമ്പതികളുടെ 4 വയസ്സുള്ള മകൻ അജിനേഷ്, 7 വയസ്സുകാരൻ ആദി എന്നിവരാണ് മരിച്ചത്. 2016-ൽ വീടുപണി നിർത്തിവെച്ചതായിരുന്നു. ആൾതാമസമില്ലാത്ത വീട്ടിൽ കുട്ടികൾ കളിക്കാനെത്തിയതിനിടെയാണ് അപകടമുണ്ടായത്. ഒപ്പമുണ്ടായിരുന്ന ബന്ധുവായ 6 വയസ്സുകാരി അഭിനയയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. മുക്കാലിൽ നിന്നും 4 കിലോമീറ്റർ വനത്തിനകത്താണ് ഊര്. അടുത്തുള്ള വീട്ടിലെ ബൈക്കിലും പിന്നീട് വനംവകുപ്പിന്റെ ജീപ്പിലുമായാണ് കുട്ടികളെ ആശുപത്രിയിലെത്തിച്ചത്. കുട്ടികളുടെ മൃതദേഹം അഗളി ആശുപത്രിയിലെത്തിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. 24 പാലക്കാട്. കോട്ടയം തിരുവഞ്ചൂരിൽ മന്ത്രവാദത്തിന്റെ പേരിൽ നേരിട്ട് ക്രൂരപീഡനം വിവരിച്ച യുവതി. മരിച്ചവരുടെ ആത്മാവ് ദേഹത്ത് കയറി എന്ന് പറഞ്ഞ് കെട്ടിയിട്ട് മദ്യം കുടിപ്പിച്ചും ബീഡി കൊണ്ട് പൊള്ളിച്ചുമായിരുന്നു ക്രൂരതയെന്ന് യുവതി 24നോട് പറഞ്ഞു. മന്ത്രവാദി ഉൾപ്പെടെ 3 പേർ അറസ്റ്റിലായി. ഞാനും ആളും എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് വഴക്കുണ്ടാക്കിയ ഉടനെ ഈ അമ്മ ആ തിരുമേനിയെ വിളിച്ചിട്ട് ചോദിക്കും. അപ്പോഴത്തേക്കും ആ തിരുമേനി പറയും ഈ കൊച്ചിന്റെ ദേഹത്ത് ബാധയുണ്ട്, അത് ഉള്ളതുകൊണ്ടാന്ന്. ആഴ്ചകൾക്ക് മുൻപാണ് വിവാഹം ചെയ്യുന്നതിനായി യുവതി കോട്ടയം തിരുവഞ്ചൂരിന് സമീപം അഖിലിന്റെ വീട്ടിലെത്തിയത്. ഇതിനിടയിലാണ് യുവതിക്ക് ബാധ കയറിയെന്ന് പറഞ്ഞ് അഖിലിന്റെ മാതാവ് തിരുവല്ല സ്വദേശിയായ ദുർമന്ത്രവാദിയെ വിളിച്ചു വരുത്തിയത്. രാവിലെ 11 മണിക്ക് തുടങ്ങിയ ആഭിചാരക്രിയ രാത്രി 10 മണി വരെ നീണ്ടു നിന്നുവെന്നാണ് യുവതി പറയുന്നത്. കാലിൽ പട്ടുകൊണ്ട് കെട്ടി മർദ്ദിച്ചുവെന്നും മദ്യം കുടിപ്പിച്ചുവെന്നും ബീഡി വലിപ്പിച്ചുവെന്നും യുവതിയുടെ പരാതിയിലുണ്ട്. ദേഹത്ത് ഏതാണ്ട് കയറി കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞ് ഞാൻ ഏതാണ്ട് ബീഡി വലിച്ചതിന്റെ പാട് നെറ്റിയെ വന്നത്. ഞാൻ എൻ്റെ മദ്യം കണ്ട് ചോദിച്ച് അതെനിക്ക് അവര് തന്നായിരുന്നു, കുടിപ്പിച്ച്. എൻ്റെ ദേഹത്ത് 8 ബാധയുണ്ടെന്ന് പറഞ്ഞ് എൻ്റെ മുടിയിൽ ആണി വെച്ചിട്ട് എന്തോ ചെയ്ത്, എന്നിട്ട് മുടിയെല്ലാം മുറിച്ച് കളഞ്ഞു. യുവതിയുടെ പിതാവിന്റെ പരാതിയിൽ അഖിൽ, പിതാവ് ദാസ്, ദുർമന്ത്രവാദി ശിവദാസ് എന്നിവരെ ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു. അഖിലിന്റെ മാതാവ് സൗമിനി ഒളിവിലാണ്. ഇവർക്ക് വേണ്ടി തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഈ ക്രൂരകൃത്യം നടക്കുമ്പോൾ അഖിലിന്റെ സഹോദരി ഇതെല്ലാം മൊബൈലിൽ ചിത്രീകരിക്കുന്നുണ്ടായിരുന്നു. ഈ കേസിൽ നിർണായക തെളിവായതും ഈ ദൃശ്യങ്ങളാണ്. എന്തായാലും കടുത്ത നടപടിയിലേക്ക് കടക്കാനാണ് മണർകാട് പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24. സ്വാഗതം. ഇപ്പോൾ വരുന്ന റിപ്പോർട്ടിലേക്കാണ്. വയനാട് റിപ്പണിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ പുലി വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങി. നിരവധി വളർത്തുമൃഗങ്ങളെ കൊന്ന പുലിയാണ് ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകും വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, ആ നാട്ടുകാർ കുറെ നാളുകളായി ഏതാണ്ട് ആശങ്കയോടെ കഴിഞ്ഞതാണ്. അതിനൊരു അറുതി വരുന്നു ഇപ്പോഴല്ലേ? തീർച്ചയായും വിജയകുമാർ, നിരന്തരമായി പുലിയുടെ ശല്യമുള്ള മേഖലയാണ് ഈ റിപ്പൺ എന്ന് പറയുന്നത്. തേയിലത്തോട്ടത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണിത്. നിരന്തരം ഈ വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ മാറിയതാണ്. ഈ ഘട്ടത്തിലാണ് വനംവകുപ്പ് കൂട് സ്ഥാപിച്ചത്. ആ കൂട്ടിലാണ് ഇപ്പോൾ പുലി കുടുങ്ങിയിരിക്കുന്നത്. അല്പസമയത്തിന് തന്നെ പുലിയെ ഇവിടെ നിന്നും മാറ്റാനുള്ള നീക്കമാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ആളുകളുടെ കാര്യത്തിൽ വലിയ രീതിയിലുള്ള ആശങ്കയാണ് ഈ നാട്ടുകാരൊക്കെ പ്രകടിപ്പിച്ചിരുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ മേഖല, അതിനടുത്തുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ റിപ്പൺ, വാളത്തൂർ അടക്കമുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ നിരന്തരം ഈ പുലി ഇറങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതിനാണ് ഒരു അറുതി വന്നിരിക്കുന്നത്. എന്തായാലും ഈ മേഖലയിൽ, ഈ തോട്ട മേഖലയാണ്, ആളുകൾക്ക് വലിയ രീതിയിലുള്ള ഭീതി നിലനിൽക്കുന്ന പശ്ചാത്തലം ഉണ്ടായിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അതിനൊരു താൽക്കാലിക ആശ്വാസമായിരിക്കുന്നു നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത് വയനാട്ടിൽ നിന്ന്.
തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി കെ ജയകുമാറിനെ നിയോഗിച്ചുള്ള ഉത്തരവ് തിങ്കളാഴ്ച ഉണ്ടായേക്കും. ബോർഡിന്റെ വിശ്വാസ്യത വീണ്ടെടുക്കാനുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് കെ ജയകുമാർ പറഞ്ഞു. ദേവസ്വം ബോർഡിലെ പുതിയ പ്രതിനിധിയെ തീരുമാനിക്കാൻ CPI-യിൽ ചർച്ചകൾ തുടരുകയാണ്. ഇന്നലെ ചേർന്ന സെക്രട്ടേറിയറ്റിൽ TK ദേവകുമാർ, A സമ്പത്ത് ഉൾപ്പെടെ പല പേരുകൾ ഉയർന്നെങ്കിലും അത് വേണ്ടെന്ന് CPI-എം തീരുമാനിച്ചു. നിലവിലത്തെ സാഹചര്യത്തിൽ പാർട്ടി പ്രതിനിധി വരുന്നത് വിമർശനങ്ങൾക്ക് വഴിവെക്കുമെന്ന് സർക്കാരും വിലയിരുത്തുന്നു. ഇതോടെയാണ് കെ ജയകുമാറിൽ ഉറപ്പിച്ചത്. മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന കെ ജയകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി നിയമിച്ച് ഉടൻ ഉത്തരവിറങ്ങും. ശബരിമല സ്പെഷ്യൽ കമ്മീഷണറായും ഹൈക്കോടതി നിയമിച്ച ഉന്നതാധികാര സമിതിയുടെ ചെയർമാനായും കെ ജയകുമാർ പ്രവർത്തിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട നമ്മുടെ ദേവസ്വം മന്ത്രിയെ സംസാരിച്ചിരുന്നു ഇന്നലെ. അത് ഞാൻ തൃശ്ശൂർ വെച്ച് കണ്ടിരുന്നു. അങ്ങനെയാണൊരു ഔദ്യോഗികമായിട്ടുള്ളൊരു സ്ഥിരീകരണമുള്ളത്. പിന്നെ തിങ്കളാഴ്ച മറ്റേ ഓർഡർ ഇറങ്ങുമായിരിക്കും. ഇന്ന് അവധിയാണല്ലോ. അപ്പോൾ വല്ലാത്തൊരു സമയത്താണ് ഇപ്പോൾ ഈ നിയോഗം വന്നിരിക്കുന്നത്. വല്ലാത്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സീസണിങ് അടുത്തല്ലോ, 17-ാം തീയതി തുടങ്ങുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ചാർജ് എടുക്കണം എന്ന് വിചാരിക്കുന്നു. ബോർഡിലെ സാമുദായിക സമവാക്യം പാലിക്കുന്നതിനു വേണ്ടിയാണ് വിളപ്പിൽ രാധാകൃഷ്ണന് പകരം പുതിയ പേര് CPI പരിഗണിക്കുന്നത്. ഒഴിവാക്കേണ്ടി വരുമെന്ന് വിളപ്പിൽ രാധാകൃഷ്ണനെ ഇന്നലെ CPI നേതൃത്വം അറിയിച്ചിരുന്നു. ഈഴവ വിഭാഗത്തിൽ നിന്നുള്ള അംഗത്തെയാകും CPI തീരുമാനിക്കുക. 24 തിരുവനന്തപുരം. അവധിയെടുത്ത് വിദേശത്ത് ജോലിക്ക് പോകുന്ന സർക്കാർ ജീവനക്കാർ കരുതിയിരിക്കണം. അവധി കഴിഞ്ഞ് കൃത്യമായി തിരികെ കയറിയില്ലെങ്കിൽ കടുത്ത നടപടിക്ക് നിർദ്ദേശം. തിരികെ കയറാത്തവരെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വേഗത്തിൽ പിരിച്ചുവിടാനാണ് ധനവകുപ്പിന്റെ നിർദ്ദേശം. വിദേശത്തും മറ്റും ജോലിക്കായും പഠനാവധിക്കായും ശൂന്യവേതന അവധിയെടുക്കുന്ന സർക്കാർ ജീവനക്കാർക്ക് കൃത്യമായ തീയതിയിൽ തിരികെ ജോലിയിൽ പ്രവേശിക്കണം. ശൂന്യവേതനാവധി കഴിഞ്ഞ് തിരികെ ജോലിക്കെത്തിയില്ലെങ്കിൽ കർശന നടപടി സ്വീകരിക്കും. ഇപ്പോഴും അവധിയിൽ തുടരുന്നവരെ കണ്ടെത്തി പിരിച്ചുവിടാനാണ് നിർദ്ദേശം. അവധി അനുവദിച്ച തീയതി കഴിഞ്ഞിട്ടും വർഷങ്ങളോളം സർവീസിൽ തിരികെ കയറാത്തവരുണ്ട്. ഇവരെ കൃത്യമായി നടപടിയെടുത്ത് പുറത്താക്കണം. നടപടിയെടുക്കാത്തതിനാൽ പലർക്കും പെൻഷൻ ആനുകൂല്യമടക്കം നൽകേണ്ടി വരുന്നു. ഇത് സർക്കാരിന് ഗുരുതര സാമ്പത്തിക ബാധ്യതയും ഉണ്ടാക്കുന്നു. ഈ സാഹചര്യത്തിലാണ് കർശന നിർദ്ദേശം ധനവകുപ്പ് പുറത്തിറക്കിയത്. കൃത്യമായി നടപടിയെടുക്കാത്ത മേലുദ്യോഗസ്ഥർക്കെതിരെയും അച്ചടക്ക നടപടി വരുമെന്നും ധനവകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. 24 തിരുവനന്തപുരം. യാത്രക്കാർ കാത്തിരുന്ന എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തു. വാരണസിയിൽ നടന്ന ചടങ്ങിൽ വീഡിയോ കോൺഫറൻസ് വഴിയാണ് 4 വന്ദേ ഭാരത് ട്രെയിനുകൾ രാജ്യത്തിന് സമർപ്പിച്ചത്. ചൊവ്വാഴ്ചയാണ് വന്ദേ ഭാരതിന്റെ സാധാരണ സർവീസ് തുടങ്ങുന്നത്. കേരളത്തിന് ലഭിച്ച 3ാമത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് മലയാളികൾ ഏറെക്കാലമായി കാത്തിരിക്കുന്നതാണ്. വാണിജ്യ നഗരമായ എറണാകുളത്ത് നിന്ന് ബംഗളൂരുവിലേക്ക് ഇനി ശുഭയാത്ര. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ഗവർണർക്കു പുറമെ കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ പങ്കെടുത്തു. സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ആദ്യ യാത്ര. തൃശൂർ വരെ യാത്ര ചെയ്തും യാത്രക്കാരുമായി സന്തോഷം പങ്കുവച്ചും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. നമുക്ക് വന്ദേ ഭാരത് പോലെയും അതുപോലെ എക്സ്പ്രസ് ട്രെയിൻസിൻ്റെയും സ്പീഡ് ഇനിയും വർദ്ധിപ്പിക്കാൻ സാധിക്കും. പക്ഷെ നമ്മുടെ ഇവിടുത്തെ വളവുകൾ മുഴുവൻ നിവർത്തിക്കൊണ്ട് ഒരു സീറോ കർവ് വേണ്ട, അറ്റ്ലീസ്റ്റ് ഒരു നോ കർവ് അല്ലെങ്കിൽ നോ ഡീപ്പ് കർവ് റെയിൽ ലൈൻസ് വരുന്നതിനുള്ള സ്ഥലം കണ്ടെത്തി തരണം. 8 മണിക്കൂർ 40 മിനിറ്റ് കൊണ്ട് ബംഗളൂരുവിൽ വന്ദേ ഭാരതിൽ എത്തിച്ചേരാം. 600 സീറ്റുകളുണ്ട്. ബംഗളൂരുവിൽ നിന്ന് പുലർച്ചെ 5:10 പുറപ്പെടുന്ന ട്രെയിൻ ഉച്ചയ്ക്ക് 1:50 കൊച്ചിയിലെത്തും. തിരിച്ച് എറണാകുളം സൗത്തിൽ നിന്ന് 2:20 പുറപ്പെട്ട് രാത്രി 11 മണിക്ക് ബംഗളൂരുവിലും. ചെയർകാറിന് 1400 രൂപയ്ക്കുള്ളിലും എക്സിക്യൂട്ടീവിന് 2400 വരെയും ടിക്കറ്റ് നിരക്ക് വരാം. ചൊവ്വാഴ്ച മുതൽ പൊതുജനങ്ങൾക്ക് യാത്ര ചെയ്തു തുടങ്ങാം. റിസർവേഷൻ ഉടൻ ആരംഭിക്കും. എറണാകുളത്തിനും ബാംഗ്ലൂരിനും ഇടയിൽ 9 സ്റ്റോപ്പുകൾ മാത്രം, 600ഓളം സീറ്റുകളുണ്ട്. അങ്ങനെ നമ്മൾ കാത്തിരുന്ന വന്ദേ ഭാരത് ഇതാ എത്തിപ്പോയി. ആദ്യ യാത്ര ആഘോഷമാക്കുകയാണ് യാത്രക്കാർ. ഷിജു ചവറയ്ക്കൊപ്പം വന്ദേ ഭാരതിൽ നിന്ന് വിപിൻ സി വിജയൻ, 24 കൊച്ചി. വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ഉദ്ഘാടന യാത്രയിൽ വിദ്യാർത്ഥികൾ ഗണഗീതം ആലപിച്ച സംഭവത്തിൽ റെയിൽവേക്കെതിരെ പ്രതിഷേധം. നടപടിക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ എന്നിവർ രംഗത്തെത്തി. വിവാദങ്ങൾക്ക് പിന്നാലെ ദക്ഷിണ റെയിൽവേയുടെ എക്സ് അക്കൗണ്ടിൽ നിന്ന് അപ്രത്യക്ഷമായ ഗണഗീതം വീഡിയോ BJP നേതാക്കൾ പിന്തുണയുമായി വന്നതോടെ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ഇന്ന് ഫ്ളാഗ് ഓഫ് ചെയ്ത എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനിൽ
RSS ഗണഗീതം ആലപിക്കുന്ന വിദ്യാർത്ഥികളുടെ വീഡിയോയാണ് ദക്ഷിണ റെയിൽവേ ദേശഭക്തി ഗാനം എന്ന നിലയിൽ എക്സിൽ പങ്കുവച്ചത്. എന്നാൽ റെയിൽവേയുടെ നടപടിക്കെതിരെ വ്യാപക വിമർശനമുയർന്നതോടെ വീഡിയോ എക്സിൽ നിന്നും പിൻവലിച്ചു. ഗാനം സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടിയിൽ ഉൾപ്പെടുത്തിയത് ഭരണഘടനാ തത്വങ്ങളുടെ ലംഘനമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചു. ഇത്തരം സാഹചര്യം ഒഴിവാക്കാനാണ് കുട്ടികൾക്കായി പൊതുവായ ഗാനം വേണമെന്ന് പറഞ്ഞതെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. എൻ്റെ മനസ്സിൽ പറഞ്ഞത് ഒരു കോമൺ ഗാനം ആവശ്യമാണ്. ഏതെങ്കിലും ഒരു മതവും ജാതിയും നിർബന്ധപൂർവ്വം കുട്ടികളെ അവരുടെ സന്ദേശം പഠിപ്പിക്കുമ്പോഴും പാടിപ്പിക്കുന്ന അവസരത്തിലാണ് അതൊരു പെശകായിട്ടുള്ള സംഗതി വരുന്നത്. നടപടിക്കെതിരെ കോൺഗ്രസും രംഗത്തെത്തി. രാജ്യത്തെ പൊതുസംവിധാനത്തെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കുറ്റപ്പെടുത്തി. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ദേശീയഗാനം ആലപിച്ച് DYFIയുടെ പ്രതിഷേധം. ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത മുഖ്യമന്ത്രി കുട്ടികളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അവഹേളിക്കുന്നെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. സർക്കാർ പരിപാടിയിൽ ദേശഭക്തി ഗാനം പാടരുതെന്ന നിലപാട് ഭൂഷണമല്ലെന്ന് BJP നേതാവ് K സുരേന്ദ്രൻ പറഞ്ഞു. അതിനിടെ ദക്ഷിണ റെയിൽവേയുടെ എക്സ് അക്കൗണ്ടിൽ ഗണഗീതം വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. എറണാകുളം ബംഗളൂരു വന്ദേഭാരത് ഉദ്ഘാടന വേളയിൽ സരസ്വതി വിദ്യാലയ സ്കൂളിലെ കുട്ടികൾ അവരുടെ സ്കൂൾ ഗാനം പാടുന്നു എന്ന തലക്കെട്ടോടെയാണ് പോസ്റ്റ് വീണ്ടും പ്രത്യക്ഷപ്പെട്ടത്. ന്യൂസ് ഡെസ്ക് 24. സ്വാഗതം. ഇപ്പോൾ വരുന്ന മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. ധനമന്ത്രി KN ബാലഗോപാലിന്റെ വാഹനം അപകടത്തിൽപ്പെട്ടു. തിരുവനന്തപുരം വാമനപുരത്ത് വെച്ചായിരുന്നു അപകടം. മന്ത്രിക്ക് പരിക്കുകളില്ല. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങൾ നൽകും. തിരുവനന്തപുരത്ത് അലക്സ്, എന്താണ് സംഭവിച്ചത്? 10 മിനിറ്റ് ആകുന്നുള്ളൂ ഈ അപകടം ഉണ്ടായിട്ട്. മന്ത്രിയുടെ വാഹനം തിരുവനന്തപുരം ഭാഗത്തേക്ക് വരികയായിരുന്നു. തിരുവനന്തപുരം വാമനപുരത്ത് വെച്ചായിരുന്നു ഈ അപകടം. 2 കാറുകൾ മന്ത്രിയുടെ എതിരെ വന്ന 2 കാറുകൾ മന്ത്രിയുടെ വാഹനത്തിൽ ഇടിക്കുകയായിരുന്നു. മന്ത്രിയുടെ വാഹനത്തിന്റെ ഡോർ ഭാഗം അത് ഉള്ളിലേക്ക് ചളുങ്ങിയിട്ടുണ്ട്. നമുക്കത് ദൃശ്യങ്ങൾ കാണാം. അകത്തുണ്ടായിരുന്നവർക്ക് ആർക്കും പരിക്കില്ല. മന്ത്രിക്കും പരിക്കുകളില്ല. തൊട്ടു പിന്നാലെ ഒരു MLAയുടെ കാർ വരുന്നുണ്ടായിരുന്നു. ആ MLAയുടെ കാറിൽ കയറ്റി മന്ത്രിയെ തിരുവനന്തപുരത്തേക്ക് തന്നെ വിട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത്. പോലീസ് പോലും വിവരങ്ങൾ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. ഈ പുറകെ വന്ന MLA ആരാണ്, അതായത് ഏത് MLAയുടേതാണെന്നുള്ളത് വ്യക്തമല്ല. എന്നാലും പുറകെ വന്ന MLAയുടെ വാഹനത്തിൽ അദ്ദേഹത്തെ തിരുവനന്തപുരത്തേക്ക് യാത്ര അയച്ചിട്ടുണ്ട്. എന്താണെങ്കിലും ഈ 2 വാഹനങ്ങൾ, എതിരെ വന്ന 2 വാഹനങ്ങളാണ് മന്ത്രിയുടെ വാഹനത്തിൽ ഇടിച്ചത്. ആ ഡോർ ഭാഗത്ത് അത് ഉള്ളിലേക്ക് ചളുങ്ങിയിട്ടുണ്ട്. കാര്യമായി പരിക്കുകളില്ലാതെ, അതായത് അകത്തുള്ള ഡ്രൈവർ അടക്കം പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ലഭിക്കുന്നത്. വിജയകുമാർ. ഇത് ആ സമയത്തുള്ള ആദ്യ ദൃശ്യങ്ങളാണ്. ധനമന്ത്രി KN ബാലഗോപാലിന്റെ വാഹനം അപകടത്തിൽപ്പെട്ടത് തിരുവനന്തപുരം വാമനപുരത്ത് വെച്ചാണ്. മന്ത്രിക്ക് പരിക്കുകളില്ല. ആ വാഹനത്തിലുണ്ടായിരുന്ന ആർക്കും പരിക്കുകളില്ല. തൊട്ടു പിന്നാലെ എത്തിയ ഒരു MLAയുടെ വാഹനത്തിൽ അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് യാത്ര തുടരുകയാണ്. മറ്റു വിവരങ്ങളൊക്കെ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. പക്ഷേ ഏതെങ്കിലും തരത്തിൽ പരിക്കുകൾ മന്ത്രിക്കോ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നവർക്കോ ഇല്ല എന്ന വിവരം കൂടി ഘട്ടത്തിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.